ഇപ്പൊ മരീചി തുടങ്ങിയ മുനിവര്യന്മാരാൽ അഭിഷിക്തനായ മഹാരാജാവായ പൃഥു, അദ്ദേഹം മഹാവിക്രമിയും കൂടിയാണ്. മഹാവിക്രമിയായ അദ്ദേഹം ഭൂമിയിൽ നിന്നു കറന്നെടുത്ത ഉപഭോഗ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളെ ഇപ്പോഴും എല്ലാ രാജാക്കന്മാരും ലോകപാലന്മാരും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും അനുഭവിച്ചു പോരുന്നുണ്ടല്ലോ. അദ്ദേഹം അന്ന് ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വേണ്ടതുപോലെ ഭൂമിയെ അദ്ദേഹം വിനിയോഗിച്ചത് കൊണ്ടുണ്ടായ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നു. അത്രമാത്രം കീർത്തിമാനായ ആ മഹാന്റെ ചരിതത്തെ പൂർണ്ണമായും കേൾക്കാൻ അഭിജ്ഞനായ ഏതൊരാളാണ് ഇച്ഛിക്കാതിരിക്കുക? അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ ആരാണ് താല്പര്യം കാണിക്കാതിരിക്കുക? അദ്ദേഹത്തിൻ്റെ നിർമ്മലവും അത്ഭുതകരങ്ങളുമായ കർമ്മങ്ങളെ എന്നോട് വിസ്തരിച്ച് പറഞ്ഞാലും, അദ്ദേഹത്തിൻ്റെ നിർമ്മലവും അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് എന്നോടങ്ങ് വിസ്തരിച്ച് പറഞ്ഞാലും, എനിക്ക് കേട്ടിട്ട് മതിയായില്ല, കുറച്ചും കൂടി വിസ്തരിച്ച് പറഞ്ഞാലും. ഇപ്പൊ മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ്. മൈത്രേയ ഉവാച, മൈത്രേയ മുനി പറഞ്ഞു, ഗംഗ, യമുന എന്നീ നദികളുടെ മധ്യത്തിലുള്ള പ്രദേശത്ത് താമസമാക്കിയ പൃഥു ചക്രവർത്തി പൂർവജന്മങ്ങളിൽ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമായി ആർജിച്ച സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. സുഖലബ്ധിക്കായി കർമ്മങ്ങളൊന്നും ചെയ്തില്ല. ജന്മാന്തര കർമ്മഫലങ്ങൾ പൂർണ്ണമായും അനുഭവിച്ച് തീർത്ത ശേഷം പരമപുരുഷാർത്ഥ പ്രാപ്തിക്കായി പരിശ്രമിക്കാനായിരുന്നു അപ്രകാരം ചെയ്തത്. അപ്പൊ ഇദ്ദേഹം താമസിച്ച സ്ഥലത്തെ പറ്റി പറയുക. ഗംഗ, യമുന എന്നീ നദികളുടെ മധ്യത്തിലുള്ള പ്രദേശത്തു താമസമാക്കിയ പൃഥു ചക്രവർത്തിമാർ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ കാണാം. ഗംഗയും യമുനയും ഇടയും പിങ്കളയും. ഇടാപിങ്കളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസോച്ഛ്വാസങ്ങൾ. അതിൻ്റെ മധ്യപ്രദേശത്ത് എന്നീ നദികളുടെ മധ്യത്തിലുള്ള പ്രദേശത്ത്, ഗംഗാ യമുനയുടെ മധ്യത്തിലുള്ള പ്രദേശം സുഷുമ്ന. ആ സുഷുമ്നയിൽ എപ്പോഴും അവയർനെസ് നിർത്തുക. അപ്പം അദ്ദേഹം എപ്പോഴും അവയർനെസ്സോടുകൂടി ജീവിച്ചയാളായിരുന്നു എന്നും പറയാം. ഗംഗാ യമുന, അതൊന്നുകൂടി പറയാം. ഗംഗയും യമുനയും ഇടാപിങ്കളകൾ. ഇടാപിങ്കളകളുടെ മധ്യഭാഗത്ത്, അതായത് സുഷുമ്നയിൽ, അദ്ദേഹം സുഷുമ്നയിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും അവയർനെസ്സോടു കൂടിയാണ് ജീവിച്ചിരുന്നത് എന്നർത്ഥം. കാരണം പ്രാണൻ സുഷുമ്നയിലാകുമ്പോഴാണ് അവയർനെസ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും അവയർ ആകാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രാണനെ സുഷുമ്നയിൽ സഞ്ചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും കൂടിയാണ്. അപ്പം ഗംഗ, യമുന എന്നീ നദികളുടെ നമ്മുടെ ഈ അനാദരയോഗം കേൾക്കുമ്പം വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും അതിന് അതിഗഹനമായ തലങ്ങളും ഉണ്ട്. ആ യോഗ സാധന വാസ്തവത്തിൽ ശക്തിചാലന ക്രമം കൂടി ആണ്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ശക്തിയെ ഉണർത്തുവാനും ആ ധ്യാനം പര്യാപ്തമാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ മധ്യത്തിലുള്ള പ്രദേശത്ത് താമസമാക്കിയ പൃഥു ചക്രവർത്തി പൂർവജന്മങ്ങളിൽ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമായി ആർജിച്ച സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. അതായത് തനിക്ക് വേണ്ടി തൻ്റെ അല്പബോധ സുഖത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം ആ അവയർനെസ്സോട് കൂടി ജീവിക്കുകയാണ്. എന്താണോ തന്നിലേക്ക് വരുന്നത് അതിനെ സ്വീകരിക്കും. എന്താണോ തന്നിൽ നിന്ന് പോകുന്നത് അതിനെ ഉപേക്ഷിക്കും. ആയാതം അപേക്ഷണീയം, ഗതം സർവം ഉപേക്ഷണീയം. ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം. വരുന്നതിനെ സ്വീകരിക്കുക, പോകുന്നതിനെ വിടുക. അങ്ങനെ വരുന്നതിനെ സ്വീകരിക്കുകയും പോകുന്നതിനെ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവയർനെസ്സോടുകൂടി ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അബ്സല്യൂട്ട് നൗവിൽ ജീവിച്ചാൽ മാത്രമേ, അതായത് നിത്യ പ്രസന്റ് ഇന്നിൽ ജീവിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. നമ്മൾ ഈ വർത്തമാനകാലത്ത് നിത്യവർത്തമാനത്തിലല്ലാതെ ജീവിച്ചാൽ നമ്മൾ ഒന്നുകിൽ ഭാവിയെക്കുറിച്ച് ചിന്താകുലരായിരിക്കും, അല്ലെങ്കിൽ ഭൂതത്തെക്കുറിച്ച് ചിന്താകുലരായിരിക്കും.
ഈ രണ്ട് ആകുലതകളുമില്ലാതെ വർത്തമാനത്തിൽ മാത്രം വർത്തിക്കുക, അതാണ് അവയർനെസ് കൊണ്ട് സാധിക്കുക. ആ വർത്തമാനത്തിൽ മാത്രം വർത്തിക്കുന്നതിനെയാണ് സുഷുമ്നയിൽ പ്രാണനെ നിർത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂതഭാവികളിലാണ് നമ്മൾ സദാ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം എപ്പോഴും ഇടാപിങ്കളകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ ബോധം എപ്പോഴും ഭൂതഭാവികളിലാണ്. വർത്തമാനത്തിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ, നമ്മൾ ഭൂതഭാവികളിലാണ് സഞ്ചരിക്കുന്നത്. ഇടാപിങ്കളകളിലൂടെയാണ് ബോധം സഞ്ചരിക്കുന്നത്. ഇടാപിങ്കളകളിലൂടെ സഞ്ചരിക്കുന്ന ബോധത്തെ സുഷുമ്നയിലാക്കി കഴിഞ്ഞാൽ നിത്യവർത്തമാനത്തിൽ വർത്തിക്കാൻ സാധിക്കും. ആ നിത്യവർത്തമാനത്തിൽ വർത്തിക്കുമ്പോഴാണ് യോഗശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഷഡ്ചക്രങ്ങളും ഉണരുക. ഷഡ്ചക്രങ്ങളും ഉണരുമ്പോഴാണ് നമ്മളിലുള്ള അതീന്ദ്രിയമായ ദൈവീകമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായി തീരുക. ഗംഗ, യമുന എന്നീ നദികളുടെ മധ്യത്തിലുള്ള പ്രദേശത്ത് താമസമാക്കിയ പൃഥു ചക്രവർത്തി പൂർവജന്മങ്ങളിൽ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമായി ആർജിച്ച സുഖഭോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു ചേരുന്നതിനെ അനുഭവിക്കുക എന്നാണ്. താനായിട്ടൊന്നിൻ്റെയും പുറകെ പോകുന്നില്ല, താനായിട്ടൊന്നിനെ ഒഴിവാക്കാനും പോകുന്നില്ല, താനായിട്ടൊന്നിൻ്റെ പുറകെയും പോകുന്നില്ല, താനായിട്ടൊന്നിനെയും ഒഴിവാക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാഗദ്വേഷങ്ങൾക്ക് വിധേയമല്ലാതെ ജീവിക്കുക. താനായിട്ട് എന്തിൻ്റെയെങ്കിലും പുറകെ പോവുക എന്ന് പറഞ്ഞാൽ രാഗം, താനായിട്ട് എന്തിനെങ്കിലും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദ്വേഷം. രാഗദ്വേഷങ്ങളില്ലാതെ ജീവിക്കുക. അപ്പൊ രാഗദ്വേഷങ്ങളോടുകൂടി ജീവിക്കുമ്പോൾ ഗംഗാ യമുനകളിലായിരിക്കും മത്സ്യം ശ്വാസം സഞ്ചരിക്കുക. അപ്പോൾ ഗംഗാ യമുനകളിൽ നിന്ന് മത്സ്യത്തെ സുഷുമ്നയിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഭാവി ഭൂതങ്ങളിൽ നിന്ന് ബോധത്തെ വർത്തമാനത്തിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തരാകണം. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തരാകാൻ അപ്പോൾ നമ്മുടെ ഈ അനാദരയോഗം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതൊന്നും അറിയണമെന്നൊന്നുമില്ല, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതൊക്കെ സ്വായത്തമാകും. ഇതൊക്കെ ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ടൊന്നും സ്വായത്തമാവില്ല. കുറച്ച് കാലം കൊണ്ട് ക്രമേണ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ക്രമേണ കുറേശ്ശേ ചെയ്യാൻ പാടുള്ളൂ. സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അധികം ചെയ്യരുത്. കുറേശ്ശെ ശനൈ കൈലാസപദ ദർശനം പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ ഈ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. വന്നു ചേരുന്നതിനെ സ്വീകരിക്കുകയും പോകുന്നതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാൻ പറ്റും. വന്നു ചേരുന്നതിനെ സ്വീകരിക്കുകയും പോകുന്നതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളില്ലാതെ ജീവിക്കുക എന്നർത്ഥം. രാഗദ്വേഷങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭൂതഭാവികളിലല്ലാതെ നിത്യവർത്തമാനത്തിൽ ജീവിക്കുക എന്നർത്ഥം. നിത്യവർത്തമാനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണൻ ഇടാപിങ്കളകളിലൂടെ ഒഴുകുന്നതിന് പകരം സുഷുമ്നയിലൂടെ സഞ്ചരിക്കും എന്ന് അർത്ഥം. പുണ്യകർമ്മങ്ങളുടെ ഫലമായി ആർജിച്ച സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചത്. ഇങ്ങനെ നമുക്കും ജീവിക്കാൻ പറ്റും. ഇത് ഏതോ കാലത്ത് ഏതോ ഒരാൾക്ക് മാത്രം സാധിച്ചതൊന്നുമല്ല. അപ്പോൾ നമ്മൾ പറയും അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അംശമല്ലേ? ഞാനും നിങ്ങളും ഒക്കെ മഹാവിഷ്ണുവിൻ്റെ അംശം തന്നെയാണ്. നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അംശം അല്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ അംശ? മത്ത പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ, കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്തതാണ്. അത് നമ്മളോട് കൂടി പറഞ്ഞു തന്നതാണ്. അപ്പൊ നമ്മളൊക്കെ ഈശ്വരനംശം തന്നെയാണ്. ആ ഈശ്വരാംശമാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതിന് ട്രീറ്റ്മെന്റ് വേണം. ഞാൻ ശരിക്കും ആരാണോ ആ ആളല്ല ഞാൻ എന്ന ധാരണയിൽ ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് ചികിത്സ ആവശ്യമാണ്. ഗിരീഷ് കുമാറാണ് എന്ന് ഗിരീഷ് കുമാറാണ് ഞാൻ, ഗിരീഷ് കുമാർ വേറെ ഏതെങ്കിലും കുമാറാണ് എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഉടനെ നമ്മളെന്താ പറയുക? ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും എന്നാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഓരോരുത്തരും ഈശ്വര സ്വരൂപികളാണ്. ഈശ്വര സ്വരൂപി ധരിക്കുകയാണ് ഞാൻ ഗിരീഷ് കുമാറാണ്. അപ്പൊ ഗിരീഷ് കുമാർ അല്ല ഞാൻ ഈശ്വര സ്വരൂപിയാണ് എന്ന് തിരിച്ചറിയുവാൻ, എൻ്റെ യഥാർത്ഥ സ്വത്വത്തെ തിരിച്ചറിയുവാൻ ചികിത്സ ആവശ്യമല്ലേ? ആ ചികിത്സയാണ് നമ്മുടെ അനാദരയോഗം. അത് ചെയ്താൽ അത് ഫ്രീയാണ്.
അതിന് നിങ്ങൾ ആർക്കും കപ്പം കൊടുക്കണ്ട. അത് കേൾക്കുക, കുറേശ്ശെയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മുന്നോട്ട് പോകേണ്ട വഴി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. വേറെ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം. എന്താ ഉറപ്പ്? ചെയ്തു നോക്കിയാൽ മതിയത്. അപ്പൊ അതുകൊണ്ട് പുണ്യകർമ്മങ്ങളുടെ ഫലമായി ആർജിച്ച സുഖഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. സുഖലബ്ധിക്കായി കർമ്മങ്ങളൊന്നും ചെയ്തില്ല. സുഖലബ്ധിക്കായി കർമ്മങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ രാഗദ്വേഷങ്ങൾക്ക് വിധേയനാകണം. രാഗദ്വേഷങ്ങൾക്ക് വിധേയരാകണം എന്നുണ്ടെങ്കിൽ ഭൂതഭാവികളിൽ നിൽക്കണം. ഭൂതഭാവികളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ശ്വാസോച്ഛ്വാസം ഇടാപിങ്കളകളിലൂടെ സഞ്ചരിക്കുക. അപ്പം അദ്ദേഹം സുഖലബ്ധിക്കായി കർമ്മങ്ങളൊന്നും ചെയ്തില്ല. ജന്മാന്തര കർമ്മഫലങ്ങൾ പൂർണ്ണമായും അനുഭവിച്ച് തീർത്ത ശേഷം പരമപുരുഷാർത്ഥ പ്രാപ്തിക്കായി പരിശ്രമിക്കാനായിരുന്നു അപ്രകാരം ചെയ്തത്. അങ്ങനെ എന്താ അദ്ദേഹം രാഗദ്വേഷങ്ങൾക്ക് വിധേയനായി ജീവിക്കാതിരുന്നത്? ഇതിന് കാരണം എന്താ? പരമ പുരുഷാർത്ഥമായ മോക്ഷം, പരമപദപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബുദ്ധിയുള്ളയാള് എന്ന് വിളിക്കുന്നത്. ബുദ്ധിയുള്ളവര് അല്പമായതിനെയല്ല അനൽപമായതിനെയാണ് സ്വീകരിക്കുക. അനിത്യമായതിനെയല്ല നിത്യമായതിനെയാണ് സ്വീകരിക്കുക. അപ്പൊ ജീവിതാനുഭവങ്ങളിലൂടെ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അതിനു വേണ്ടുന്ന അനുഷ്ഠാനങ്ങൾ ചെയ്തു. അദ്ദേഹം നിത്യ വർത്തമാനത്തിൽ നിറസാന്നിധ്യമായി നിലകൊണ്ടു. അത് അദ്ദേഹം വരുന്നതിനെ സ്വീകരിച്ചു, പോകുന്നതിനെ ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്തത്, ഇവിടുത്തെ ഭാഷയാണത്, ജന്മാന്തര കർമ്മഫലങ്ങൾ പൂർണ്ണമായും അനുഭവിച്ചു തീർത്ത ശേഷം ഈ ഒരു നിത്യവർത്തമാനത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ അത് എളുപ്പമല്ല. ഇതൊന്നും എളുപ്പമല്ല. ഇതിനൊക്കെ നമ്മൾ കുറച്ച് കാലം ഈ രീതിയിൽ അറിഞ്ഞ് പരിശീലിക്കേണ്ടി വരും. അഭ്യാസേണത്തു കൗന്തേയ, കൃഷ്ണൻ അർജുനനോട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അതാണ് ജന്മാന്തര കർമ്മഫലങ്ങൾ പൂർണ്ണമായും അനുഭവിച്ച് തീർത്ത ശേഷം. ഈ അനുഭവങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ട്. അത് തീർത്ത ശേഷം ഒരു നടൻ വേദിയിൽ വന്നാൽ ആടിത്തീർക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ആട്ടമുണ്ട്. അത് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ആ രംഗവേദി വിട്ടു പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അനുഭവിച്ച് തീർത്ത ശേഷം പരമപുരുഷാർത്ഥപ്രാപ്തിക്കായി പരിശ്രമിക്കാനായിരുന്നു അപ്രകാരം ചെയ്തത്. അങ്ങനെ ചെയ്താൽ പരമപദപ്രാപ്തി ലഭിക്കും. സപ്തദ്വീപങ്ങളിലും രാജധർമ്മം സമഭാവനയോടെ നടപ്പാക്കിയ ഏകദണ്ഡധരനായ അദ്ദേഹത്തിന്റെ ശാസന എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ വേദജ്ഞരായ ബ്രാഹ്മണരിലും ഭഗവാൻ ശ്രീഹരിയുടെ ഭക്തന്മാരിലും തൻ്റെ അധികാരദണ്ഡ് അദ്ദേഹം പ്രയോഗിച്ചില്ല. സ്വതേ ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന അവർക്ക് രാജകൽപ്പനയുടെ ആവശ്യമില്ലല്ലോ. സപ്തദ്വീപങ്ങളിലും രാജധർമ്മം സമഭാവനയോടെ നടപ്പാക്കി. അദ്ദേഹത്തിന്റെ രാജ്യാതിർത്തി എന്ന് പറയുന്നത് ഭൂമി മുഴുവനായിരുന്നു. ഭൂമിയുടെ മുഴുവൻ രാജാവായിരുന്നു അദ്ദേഹം. സപ്തദ്വീപങ്ങളിലും രാജധർമ്മം സമഭാവനയോടെ നടപ്പിലാക്കി. ഈ സമഭാവനയോടെ രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ശ്വാസോച്ഛ്വാസം സുഷുമ്നയിലൂടെ വേണം സഞ്ചരിക്കാൻ. അപ്പൊ രാജാവ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും ആയി തീരാൻ സാധിക്കുന്ന ഒരു പദവിയല്ല. അത് ശരിക്കും ഒരു ഉയർന്ന യോഗാവസ്ഥയിലുള്ള ഒരാൾക്കാണ് കൃത്യമായിട്ട് രാജ്യഭരണം നിർവഹിക്കാൻ സാധിക്കുക. ഇപ്പൊ പൃഥു മഹാരാജാവ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. സമഭാവനയോടെ, എൻ്റേതും എൻ്റേതല്ല എന്നുമുള്ള ചിന്തയില്ലാതെ ഓരോരുത്തർക്കും അർഹമായത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട്, അതിൽ എൻ്റെ ആള് എൻ്റെ അല്ലാത്ത ആള് എന്നൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികളുടെ ഇടയിൽ, ലോകം എമ്പാടുമുള്ള ഭരണാധികാരികളുടെ ഇടയിൽ സമഭാവനയോടുകൂടി രാജ്യം ഭരിക്കുന്ന ആരെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് സപ്തദ്വീപങ്ങളിലും രാജധർമ്മം സമഭാവനയോടെ നടപ്പാക്കിയ ഏകദണ്ഡധരനായ അദ്ദേഹം. ഏകദണ്ഡൻ എന്ന് പറഞ്ഞാൽ ഒറ്റ നിയമമേ ഉള്ളൂ.
പലർക്കും പല നിയമങ്ങളൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെയാണ്. ഏകദണ്ഡധരനായ അദ്ദേഹത്തിന്റെ ശാസന എല്ലാവരും അംഗീകരിച്ചു. ഒരു നാട്ടിൽ തന്നെ പലതരത്തിലുള്ള നിയമങ്ങളാണ് ഇന്നത്തെ കാലത്തുള്ളത്. അന്ന് അങ്ങനെയല്ല. ഏകദണ്ഡധരൻ, ഒറ്റ നിയമമേ ഉള്ളൂ. നിങ്ങൾ ആരാണെന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് പ്രശ്നമല്ല. നിങ്ങൾ ഈ നാട്ടിലെ പ്രജകളാണെങ്കിൽ ഇതാണ് നിയമം. ഏകദണ്ഡധരനായ അദ്ദേഹത്തിന്റെ ശാസന എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ വേദജ്ഞരായ ബ്രാഹ്മണരിലും ഭഗവാൻ ശ്രീഹരിയുടെ ഭക്തന്മാരിലും തൻ്റെ അധികാരദണ്ഡ് അദ്ദേഹം പ്രയോഗിച്ചില്ല. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരിൽ അദ്ദേഹം തൻ്റെ അധികാരദണ്ഡ് പ്രയോഗിച്ചില്ല. കാരണം എന്താ? സ്വതേ ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന അവർക്ക് രാജകൽപ്പനയുടെ ആവശ്യമില്ലല്ലോ. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് ശരി തെറ്റുകളെ കുറിച്ച് വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ അന്തര്യാമീ സ്വരൂപനായ ഈശ്വരന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചരിക്കുന്നവരാണ്. അവർക്ക് വേറൊരാളുടെ ശിക്ഷണം ആവശ്യമില്ല. അപ്പൊ ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ മുകളിൽ ഈശ്വരനല്ലാതെ വേറെ ആരുമില്ല. പുരുഷശ്രേഷ്ഠനായ വിദുര ഒരിക്കൽ പൃഥു ചക്രവർത്തി ഒരു മഹാസത്രം സമാരംഭിച്ചു. അദ്ദേഹം ആ പൃഥു മഹാരാജാവിൻ്റെ കഥ പറയുകയാണ്. ഈ ഭാഗവതത്തിലുടനീളം അതീവ രഹസ്യങ്ങളായിട്ടുള്ള സാധനാ സമ്പ്രദായങ്ങളെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ചിലതാണ് നമ്മൾ നേരത്തെ അനാവരണം ചെയ്തത്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ മുഴുവനും അങ്ങനെയാണ്. അതീവ രഹസ്യങ്ങളായിട്ടുള്ള അറിവുകളെ കഥാരൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. കഥ കേൾക്കുന്നത് ഇഷ്ടമായിട്ടുള്ളവർക്ക് കഥാസ്വാദനം നൽകുന്ന ആനന്ദം അനുഭവിക്കാം. ആ ആനന്ദവും ഈശ്വരാനുഭവമാണ്. ഈ കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, ആ സന്തോഷം ഈശ്വരാനന്ദമാണ്. അതനുഭവിക്കാം. അതിലും മുകളിലോട്ട്, അതിൽ കൂടുതൽ, അതിനും അകത്തേക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കഥകൾ തന്നെ പല തലങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ഇതൊരു ഭാഗവതം എന്ന് പറയുന്നത് ഒരു കഥാസമാഹാരം മാത്രമല്ല, അതൊരു സാധനാ സമ്പ്രദായ സമാഹാരവും കൂടിയാണ്. അതീവ രഹസ്യങ്ങളായിട്ടുള്ള സാധനകളെ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അനാവരണം ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അതുണ്ട്. അപ്പൊ കഥ കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം, സാധനാ സമ്പ്രദായങ്ങളെ കുറിച്ച് അറിയേണ്ടവർക്ക് അതറിയാം, സാധനാ സമ്പ്രദായങ്ങളിൽ മുന്നോട്ടു പോകുന്നവർക്കുണ്ടാകുന്ന വൈഷമ്യങ്ങളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാനും ഈ ഗ്രന്ഥങ്ങളെല്ലാം സഹായിക്കും. പുരുഷശ്രേഷ്ഠനായ വിദുര, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പുരുഷശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത്? എന്താണോ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത്, അറിയേണ്ടത്, അതിനെ അന്വേഷിക്കുകയും അറിയുവാനും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പുരുഷ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പുരുഷ ശ്രേഷ്ഠനായ വിദുര ഒരിക്കൽ പൃഥു ചക്രവർത്തി ഒരു മഹാസത്രം ആരംഭിച്ചു. ആ അവസരത്തിൽ സ്വർഗലോകവാസികളായ ദേവന്മാർ തുടങ്ങിയവരും ബ്രഹ്മഋഷികളും ഋഷിതുല്യരായ മറ്റു രാജാക്കന്മാരും അവിടെ എത്തിച്ചേർന്നു. ആ മഹാസത്രത്തിൽ പങ്കെടുക്കാനായി വന്നു ചേർന്നിട്ടുള്ള സമ്പൂജ്യരായ മഹാത്മാക്കളെയെല്ലാം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സത്കരിച്ച് ആസനസ്ഥരാക്കിയ ശേഷം സദസ്സിന്റെ മധ്യത്തിൽ നക്ഷത്രഗണങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥു എഴുന്നേറ്റ് നിന്നു. അപ്പം ഇതിൽ എല്ലാവരെയും ഒരേപോലെ എന്ന വാക്കിൻ്റെ അർത്ഥവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടുന്നത് പോലെ എന്നാണ് അർത്ഥം. അല്ലാതെ ഒരേപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയല്ല. ഓരോരുത്തർക്കും ഓരോ അധികാരം അർഹതയൊക്കെ ഉണ്ട്, അതിനനുസരിച്ച്. അതാണ് സമഭാവന. ആ സമഭാവനയിലാണ് ഭാരതീയര് വിശ്വസിച്ചിരുന്നത്. സ്ഥിതി സമത്വവാദമല്ലാതെ
ആ മഹാസത്രത്തിൽ പങ്കെടുക്കാനായി വന്നു ചേർന്നിട്ടുള്ള സംപൂജ്യരായ മഹാത്മാക്കളെയെല്ലാം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സൽക്കരിച്ചു, ആസനസ്ഥരാക്കി. അതിനുശേഷം സദസ്സിന്റെ മധ്യത്തിൽ നക്ഷത്രഗണങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥു എഴുന്നേറ്റ് നിന്നു. അവിടെ പൃഥു എഴുന്നേറ്റ് നിൽക്കണം. ആ ഉപമകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സദസ്സിന്റെ മധ്യത്തിൽ നക്ഷത്രഗണങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ. ഇദ്ദേഹം നിൽക്കുന്നത് മധ്യത്തിലാണ്, അഗ്രത്തിലല്ല. ഇവിടെ ഈ മധ്യം എന്നുള്ളത് ഈ സെന്ററിങ്ങിന്റെ സ്വഭാവത്തെ കാണിക്കുന്നു. സെൻറ്ററിങ് ആണ്, അത് നടുക്ക് നിൽക്കുക, അതായത് സുഷുമ്നയിൽ ഉറച്ചു നിൽക്കുക, നിത്യവർത്തമാനത്തിൽ നിൽക്കുക എന്നൊക്കെ നമുക്ക് അർത്ഥമെടുക്കാം. അതായത് ഇതിലെ ഓരോ ബിംബങ്ങളും ആധ്യാത്മിക തലങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും കൂടിയാണ്. അങ്ങനെ വന്നവരെ എല്ലാം അവരവരുടെ യോഗ്യതകൾക്കനുസരിച്ച്, അർഹതയ്ക്കനുസരിച്ച് സത്കരിച്ച് ആസനസ്ഥരാക്കിയ ശേഷം സദസ്സിന്റെ മധ്യത്തിൽ നക്ഷത്രഗണങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥു എഴുന്നേറ്റ് നിന്നു.